ടെലിവിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ടു Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ് മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. Once Upon a Time സീസൺ 4-ൽ മത്സരിച്ച് വിജയിക്കുന്നവരെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോയിനിങ് വിത്ത് us is our beloved judges. Let's welcome രമേശ് പിഷാരടി, the very gorgeous രചന നാരായണൻകുട്ടി. Once Upon a Time സീസൺ 4-ൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഏത് ഏജ് ഗ്രൂപ്പിലെയും കണ്ടസ്റ്റൻസിന് പങ്കെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരാർത്ഥികളായിട്ട് ഇവിടെ എത്തുന്നത് രണ്ട് കൊച്ചു മിടുക്കരായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദം, അൻഷിത ആൻഡ് അമൃത. രണ്ട് വലിയ ആൾക്കാരായി പോയല്ലോ. അൻഷിത അല്ലേ, ഇത് അമൃത. വെൽക്കം. അമൃത, അമൃതയ്ക്ക് ഒരു കാര്യം അറിയോ? ഞങ്ങളുടെ ചാനലിന്റെ പേര് അമൃത എന്ന് തന്നെയാ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ? അല്ലേ? അതെ. ഇതാരാ? അൻഷിതയോ? അൻഷിത. യെസ്. അൻഷിതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ ഉമ്മ, വാപ്പ, താത്ത. അപ്പൊ ഇതാരാ? അതെന്റെ താത്ത. അതെ, അൻഷിതയുടെയും താത്ത. അൻഷിതയുടെ താത്ത ആക്ച്വലി നമ്മുടെ ഫ്ലോറിൽ മുൻപ് വന്നിട്ടുണ്ട് സീസൺ 2-ല്. അതെ, അർഷിത അല്ലേ? അർഷിത ഈ ഫ്ലോറിൽ വന്ന് സ്റ്റാൻഡപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ആണോ? അമൃതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മുമ്മ. അപ്പൂപ്പന്റെ പേരെന്താ? രാധാകൃഷ്ണൻ. അച്ഛന്റെ പേരെന്താ? അനിൽകുമാർ. അച്ഛനാണോ അപ്പൂപ്പനാണോ കൂടുതൽ കോമഡി? രണ്ടുപേരും വീട്ടിൽ ഭയങ്കര കോമഡിയാണോ? അൻഷിതയുടെ വീട്ടിൽ ആരാ കൂടുതൽ കോമഡി പറയുന്ന ആള്? എന്റെ വാപ്പ. വാപ്പ ഭയങ്കര കോമഡിയാണോ? ആഹാ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 3. താനോ? 3. രണ്ടുപേരും 3-ലാണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി രണ്ടുപേരും, ഒരു ടീച്ചർ ഇവിടെ ഉണ്ട് കേട്ടോ. ടീച്ചർ നിങ്ങളോട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ രണ്ട് കുട്ടികളോടും ചോദിക്കൂ. ഓക്കെ. ഏത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം? ഇംഗ്ലീഷ്, മലയാളം. ഓ, ഏത് സബ്ജക്റ്റ് ആയിട്ട് ഇഷ്ടം? EVS-ഉം പിന്നെ മാത്സും മലയാളം. മാത്സും മലയാളവും EVS-ഉം ഒക്കെ ഇഷ്ടമാണ്. അപ്പോ ശരി, EVS എന്നൊരു ചോദ്യം ചോദിച്ചാലോ? ഓക്കെ. എങ്ങനെയാ നമ്മൾ ഭക്ഷണം കഴിക്കണേ? കൈ കഴുകിയിട്ട്. ഓക്കെ, കൈ കഴുകുമ്പോ എത്ര സമയം കൈ കഴുകണം? കഴുകിക്കോ. അത് പഠിച്ചിട്ടില്ല അല്ലെ EVS-ല്? അല്ല, ഞാൻ ഇതൊന്നും അല്ല ചോദിക്കുന്നേ. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ കൈ കഴുകണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി പഠിപ്പിക്കും. ഇത് എന്താണ് EVS? എൻവയോൺമെന്റൽ സയൻസ്. ഇതൊക്കെ അത് ഞാനൊന്നും പഠിക്കുമ്പില്ലല്ലോ. ഞാൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു EVS. അതൊക്കെ നീ കൈ കഴുകാതെ തിന്നുന്ന കണ്ടിട്ട് ടീച്ചർ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നതാ, മോളെ അങ്ങനെയല്ല തിന്നണ്ടെന്നുള്ളത്. ഇത് വന്നു അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വേറെ ഏതൊക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? മാത്സ്. മാത്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. വലിയ പാടാണ്. വിരലിങ്ങനെ മടക്കാൻ പാടില്ല, അല്ലാതെ പറയണം. അപ്പൊ ഗുണനമില്ല, ഹരണം അധികം വേണ്ട, കുറയ്ക്കൽ കുറവ്. ഓക്കെ, അപ്പോൾ എന്റെ ചോദ്യം, 6-ൽ നിന്നും 2 കുറഞ്ഞാൽ എത്രയാണ്? കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാം. അമൃത, ഒരു കണക്ക് തന്നെയാണ് ചോദിക്കാൻ പോണേ. കുസൃതി ചോദ്യമാണ്. തല കുത്തി നിന്നാൽ വലുതാവുന്നത് ആരാ? തല കുത്തി നിന്നാൽ ക്ലൂ തരാം. മാത്സ് ആണേ. ഇനി പറ.
ഒരു സംഖ്യയാണ്. തലകുത്തി നിന്നാൽ വലുതാവുന്ന ഒരു സംഖ്യ. സംഖ്യ എന്ന് പറയുമ്പോ ഡിജിറ്റ്. ഒരക്കം, ഒരു ഡിജിറ്റ് ഇങ്ങനെ എഴുതിയ ചെറുതാണ്, ഇങ്ങനെ എഴുതിയ വലുതാണ്. 6. രണ്ടുപേരും മിടുക്കികളാണ്. ഇനി അടുത്തതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. A ഫോർ ആപ്പിൾ എന്ന് പറയുന്നത് പോലെ Z ഫോർ Zebra. വെരി ഗുഡ്. അത് ആരോട് ചോദിച്ച അമൃതയോട് ചോദിച്ച ചോദ്യമല്ലേ അത്? എനിക്കറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു. അമൃതയോടെ ചോദിച്ചതെന്ന് അറിയില്ലായിരുന്നോ? ശരി, എന്നാ അമൃതയോട് ഞാൻ വീണ്ടും ചോദിക്കാൻ പോവാണ്. ഞാനൊരു പാട്ടിന്റെ ആദ്യത്തെ 2 വരി പാടും, അതിന്റെ ബാക്കി പാടണം. ഓക്കെ? കാക്കേ കാക്കേ ഡാഷ്. കാക്കേ കാക്കേ കൂടെ ഇവിടെ. ഓ മിടുക്കി. ബാക്കി എന്താ? കൂട്ടിനകത്തൊരു ഡാഷ് ഉണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുത്തില്ലേ? കുഞ്ഞിന് ഡാഷ് കൊടുക്കാഞ്ഞാൽ കുഞ്ഞിന് തീറ്റ കൊടുത്തു. കുഞ്ഞ് കിടന്ന് കരയൂലേ? അടിപൊളിയാണ്. രണ്ടുപേരും ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് രണ്ടുപേരും. ഇനി 2 ജനറൽ നോളജ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തീരും. പെട്ടെന്ന് വരണം. എന്റെ പേരെന്താണ്? രമേശ് പിഷാരടി. ഇവിടെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ചോദിച്ചപ്പോഴും ഇവിടെ നിന്നായിരുന്നു ആൻസർ വരാൻ. ഇനി അമൃതയോടാണ് ക്വസ്റ്റ്യൻ. ഈ ആന്റിയുടെ പേരെന്താണ്? 3 ഓപ്ഷൻ തരും. ഓക്കെ ആണോ? കത്രീന കൈഫ്, ദീപിക പദുക്കോൺ, രചന നാരായണൻകുട്ടി. രചന നാരായണൻകുട്ടി. അത് പറയാൻ പറ്റുന്നത് അതൊക്കെ വലിയ കഴിവ് തന്നെ കേട്ടോ. ഇനി കോമൺ ക്വസ്റ്റ്യൻ 2 പെട്ടെന്ന് ആൻസർ പറയണം. ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? മോള് ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? വാലാട്ടി. 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 സൂപ്പർ. ഒരു പട്ടികളുടെ സിനിമ. മോളോ സിനിമ കണ്ടത് ഏതാ? ഇന്നലെ ഏതെങ്കിലും സിനിമ കണ്ടോ? ഇല്ല. മെനങ്ങാന്ന് തിയേറ്ററിൽ പോയ സിനിമ കണ്ട ലാസ്റ്റ്? ലൂസിഫർ ആണോ കണ്ടേ? ഇപ്പൊ 2 വർഷം മുന്നേ ആണോ? അയ്യോടാ സിനിമ കണ്ടേ? ആണല്ലേ? ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. മക്കളെ, ഒരു സയൻസ് ആണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? നല്ല ചോദ്യമാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? റിപ്പീറ്റ് പ്ലീസ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണോ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കാണോ ദൂരം കൂടുതൽ? ഇവിടുന്ന് ചന്ദ്രനിലേക്ക്. മേടിക്ക്. ആഹാ, സൂപ്പർ. കറക്റ്റ് ആട്ടോ. പക്ഷെ അത് കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യം ആകുമ്പോൾ അതിനകത്തൊരു കുസൃതി വേണ്ടേ? ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. കുസൃതി ചോദ്യമാണ്. കുസൃതി ചോദ്യത്തിൽ നമ്മൾ ഉത്തരം എന്ത് പറയും? ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ദൂരം കൂടുതൽ. കാരണം അതെങ്ങനെ? തിരുവനന്തപുരം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, ചന്ദ്രനെ നോക്കിയാൽ കാണാം. അപ്പൊ ഇനി ഇവര് 2 പേരിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടതെന്ന് അറിയാനുള്ള ചോദ്യമാണ്. ആൻസർ അറിയുന്നവര് കൈ പൊക്കണം, എന്നിട്ട് 2 പേരും പറയണം. റെഡിയാണോ? ആർക്ക് വേണേലും പറയാം കേട്ടോ. ആർക്ക് വേണേ പറയാം. ചാടി കയറി പറയരുത്, കൈ പൊക്കണം, എന്നിട്ട് ആൻസർ പറയണം. ഓക്കെ? കൈ പൊക്കണേ. നമ്മൾ തിന്നുന്ന ചോറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എന്താണത് സാധനം? എന്താ? അരി. ഓക്കെ. അപ്പം അമൃത രണ്ടാമത് കേട്ടോ. ആദ്യം. ഓക്കെ ഓക്കെ മക്കളെ. അപ്പൊ നമുക്ക് അൻഷിതയുടെ പെർഫോമൻസ് ആദ്യം കാണാം. ഓക്കെ. ഹായ്, എന്റെ പേര് അൻഷിത. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ പറയാൻ പോണതേ അമ്പിളിയമ്മാവനെ കുറിച്ചാ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും
മാനത്ത് കാണണ അമ്പിളി അമ്മാവൻ അല്ലാട്ടോ. എന്റെ വീട്ടിന്റെ അടുത്തേ ഒരു ചേച്ചിയുണ്ട്, അമ്പിളി എന്നാണ് പേര്. അമ്പിളി ചേച്ചിയുടെ അമ്മാവനെ കുറിച്ച് സാധാരണ പല വീട്ടിലും കാണും ഒരു അമ്മാവൻ. അങ്ങനത്തെ ഒരാളാ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ദിവസം അമ്പിളി ചേച്ചിക്ക് ഒരു കല്യാണാലോചന വന്നു. ഇതറിഞ്ഞ അമ്മാവനെ വലിയ ജാട കാണിക്കാൻ വേണ്ടി നല്ല സെറ്റും മുണ്ടെടുത്ത് ആയിട്ട് ചെന്നു. അപ്പോൾ അമ്പിളി ചേച്ചിയുടെ അമ്മ പറയാ, ഇതാണ് തലയ്ക്ക് മൂത്ത ആള്. അപ്പൊ തന്നെ ചെറുക്കൻ്റെ കൂട്ടര് അങ്ങനെയാണെങ്കിൽ ഇയാളെ കുതിരട്ടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലോ കൊണ്ടിട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാവും, കല്യാണം നടക്കത്തില്ല. ഇത് കേട്ട അമ്മാവൻ പ്രഷർ കൂടി തല കറങ്ങി വീണു. പുള്ളി വീണത് കൊണ്ട് ഏകദേശം കല്യാണം ഫിക്സായി. ഞങ്ങൾ കല്യാണത്തിന് പോയതേ തിരുവല്ല ചങ്ങനാശ്ശേരി വഴിയാ. തിരുവല്ല എന്ന സ്ഥലത്ത് തിരുവല്ല എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ തിരിവും വളവുണ്ട്. ഇതൊന്നും നോക്കാതെ അമ്മാവൻ നേരെ മധുരം അടിച്ചു. ഇതന്നെ പോലീസ് വന്ന് അമ്മാവനോട് ചോദിച്ചു, തനിക്കെന്താണോ കണ്ടാണില്ലേ, ഇവിടെ തിരുവല്ല എഴുതി കണ്ടില്ലേ? അപ്പോൾ അമ്മാവൻ പോലീസിനോട് പറയാ, തിരിവുള്ള സ്ഥലത്ത് തിരുവല്ലേ സാർ എഴുതണ്ടേ, എന്തിനാ തിരുവല്ല എഴുതിക്കണേ? പോലീസിന് ദേഷ്യം വന്ന് 1000 കൂടെ പെറ്റി കൊടുത്തു. അങ്ങനെ അമ്മാവൻ അവിടെയും പ്രശ്നമുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വേറെ വണ്ടി വിളിച്ച് കല്യാണ മണ്ഡപത്തിലെത്തി. ചെറുക്കൻ്റെ അമ്മാവനെ തമിഴ്നാട്ടിൽ തന്നെ. അമ്മാവൻ നമ്മുടെ അമ്മാവനോട് കൊഞ്ചം വളി വിടുങ്കോ ഇത് കേട്ട് അമ്മാവനെ ചിരി വന്നു. അപ്പോൾ അമ്മാവൻ പറയാം, ഞാനിതൊന്നും ചെയ്യില്ല, വേണമെങ്കിൽ ഞാനൊരു പാട്ട് പാടിത്തരാം. Thank you for your soul, such a life for your click. Summer shimmy he's like a snap. Thank you for your soul, such a life for your click. Summer shimmy he's like a snap. ഇത് കേട്ട് ചെറുക്കൻ്റെ അമ്മാവൻ പറയാ, തനിക്ക് ഈ പാട്ടല്ലേ അറിയൂ, ഞാനൊരു പാട്ട് പാടിത്തരാം. I bring you friend, this step friend പണം, this step friend പണം, this step friend പണം, കച്ചങ്കച്ചങ്കച്ച സച്ചി don't like wo wo wo, സച്ചി don't like ആഹാഹാ, test step friend പണം, test step friend പണം, test step friend പണം, കച്ചങ്കച്ചങ്കച്ച സച്ചി don't like wo wo wo, സച്ചി don't like ആഹാഹാ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ പാട്ടോട് പാട്ട്. കല്യാണമാണോ അതോ ഗാനമേളയാണോ ഒന്നും പിടികിട്ടണില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കാല് തൊടാൻ ചടങ്ങുണ്ടല്ലോ. അപ്പോ അമ്മാനെ കാല് തൊട്ടു. അമ്മാവൻ പറയാ, രണ്ടും പാറ വെച്ച പൊളിയുംന്ന്. ഇത് കേട്ട് അമ്പലത്തിക്ക് ദേഷ്യം വന്ന് അമ്മാവൻ ഒരു നോട്ടം നോക്കി. അപ്പൊ തന്നെ അമ്മാവൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നേ, നാളെക്കാലം പാര വെച്ച പൊളിയൊന്ന്. അമ്പിളിച്ചേച്ചിക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണ് അമ്മാവൻ, എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ അമ്പിളി അമ്മാവൻ. താങ്ക് യു. അയ്യോ ആൻഷിത, എന്ത് രസമായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. സ്റ്റാൻഡപ്പ് പറഞ്ഞു, പാട്ട് പാടി തന്നു, സൂപ്പർ ആയിരുന്നു. ചോദിച്ചു വെക്കാം, അവരോട് ചോദിക്കാം. രമേശ് ചേട്ടാ, ഈ അമ്പിളി അമ്മാവൻ ശരിക്കുമുള്ള ഒരു മനുഷ്യനാണോ? ആണോ ആണോ ആരത്? ശരിക്കും അമ്പിളി ഇന്നത്തെ ചോർന്ന സോറി. പറഞ്ഞോ. ഇത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ലേ? പിന്നെ ആ മോളുണ്ടാക്കിയതല്ലേ, ഉമ്മ പഠിപ്പിച്ചു തന്നാന്ന് അമ്പിളി അമ്മാവന്റെ കഥകള് അല്ലേ? ശരിക്കും അമ്മാവനുണ്ടോ? മാമയുണ്ടോ ശരിക്കും? മാമ നല്ല മാമയാണോ അതോ ഈ അമ്പിളി അമ്മാവനെ പോലുള്ള മാമയാണോ? നല്ല മാമന. നല്ല മാമനാ. ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് മേടിച്ചു തരാറ്? ആ മാമൻ എന്തൊക്കെയാ ഗിഫ്റ്റ് വാങ്ങി തരാറ്? അങ്ങനെ ചോദിച്ചാൽ ആ മാമൻ എന്റെ മാമ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്ക്. മാമ ഒന്നും വാങ്ങിച്ചു തരാറില്ല. വെറുതെ കോമഡി സംസാരിച്ചിരിക്കും, കോമഡി പറഞ്ഞിരിക്കും. വെറുതെ കോമഡി പറഞ്ഞോണ്ടിരിക്കുക. അതെ, മാമനോട് ഞാൻ തീർത്ത് പറയാം, കൊച്ചിന് വരുമ്പോ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോണം. വെറുതെ കോമഡി പറയാനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. മാമൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്ക്.
മോക്ക് എന്താ ഗിഫ്റ്റ് മാമ മേടിച്ച് തരേണ്ടത്? എനിക്ക് എന്തെങ്കിലും മതി. ഏ എനിക്ക് എന്തെങ്കിലും മതി. അങ്ങനെ ഇന്ന സാധനം ഒന്നുമില്ല അല്ലേ? ആ ശരി. ആ അൻഷിതക്കുട്ടി, ആ ഈ കല്യാണത്തിന് എല്ലാരും വീട്ടിൽ നിന്ന് ഒരുമിച്ചാ പോവല്? അല്ല, ഇതൊക്കെ അമ്മയുടെ തോന്നലിൽ ഉണ്ടാക്കിയ കഥയാണല്ലേ? ശരിക്കും ഇങ്ങനെ ഒരു അമ്പിളിയമ്മാവൻ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അമ്പിളിയമ്മാവൻ ശരിക്കും ഉണ്ടായിരുന്നു വിചാരിക്കൂ, അപ്പൊ എന്ത് ചെയ്യും? എനിക്കറിയില്ല, പോലീസ് പിടിച്ച് പോകും. എന്നെയൊക്കെ പോലീസ് പിടിച്ച് പോ- ജയിലിലിടും. ജയിലിലിടും. ആ. ആ. വലുതാവുമ്പോ ആരാവണമെന്ന് ആഗ്രഹം? ടീച്ചർ. ദേ ഒരു ടീച്ചർ ഇരിക്കുന്നു, പഴയ ടീച്ചർ ഇത്. എന്ത് പഠിപ്പിക്കണ ടീച്ചർ? മാത്സ്, ആ. പിന്നെ മലയാളം, ആ പിന്നെ ആ സയൻസ്. ആ അപ്പൊ LP സ്കൂളിലെ ടീച്ചർ ആവണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുട്ടി ടീച്ചർ ആവോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യാം. ആ വൈറ്റ് ഉടുപ്പിട്ട് നിൽക്കുന്നത് ഒരു കുട്ടിയാണ്. ഒന്ന് ടീച്ചറായിട്ട് ഒന്ന് പഠിപ്പിച്ചാൽ നോക്കട്ടെ എങ്ങനെയാ പഠിപ്പിക്കാന്നൊക്കെ. അതൊരു കുട്ടിയാട്ടോ, ടീച്ചറാട്ടോ, മോളെ ടീച്ചറാട്ടോ. ആ നടന്നു വാ. അപ്പൊ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയും. ആ പറയാം. ബാക്കിൽ പോയിട്ട് നടന്നു വാ. ഇനിയും ബാക്കിൽ പോകോ. അവിടുന്ന് നടന്നു വരുമ്പോ അവിടുന്ന് മതി കേട്ടോ. ആ ഡയാന ഗുഡ് മോർണിംഗ് ടീച്ചർ പറയണം കേട്ടോ. ആ ആ കാണാലോ, ബാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഓൺ. സിറ്റ് ഓൺ. സിറ്റ് ഓൺ. ആ ഓക്കെ, ശരി ശരി. സിറ്റ് ഡൗൺ അല്ലേ? സിറ്റ് ഡൗൺ. ഓക്കെ, ആ ഇരുന്നു കേട്ടോ. ആ ടീച്ചർ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണേ? സയൻസ്. സയൻസ് ആണ്. ആ ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തു, നോട്ടും എടുത്തു. ആ സയൻസിലല്ലേ ആ. നമ്മൾ പഠിച്ച പാഠം വരെ പഠിക്കാം. പരീക്ഷയ്ക്ക് വരും. ഞാനുള്ളത് പഠിക്കണം. ആ പഠിക്കണം, എല്ലാം പഠിക്കണം. ഞാൻ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ഓഹോ, ആ ചോദിച്ചോ, ചോദ്യം ചോദിച്ചോ. ഈ ലോകത്തെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? ഈശ്വര, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. പെട്ടു പെട്ടു. ഏറ്റവും വലിയ ചിത്രശലഭോ? ഏറ്റവും വലിയ പുഷ്പം പറഞ്ഞാ മതിയോ? വേണ്ട. വേണ്ടേ? ഓക്കെ. ഇതാ ഈ രമേശ് അങ്കിളിനെ അറിയാം. പറഞ്ഞേ. ഫ്രിഡാനോ ബിലോഷ്യസ്. നോ. ഒറീസ സാറ്റീവ ആണോ? അല്ല. ഞാൻ പറയാം. മസീന ഗരുഡശലഭം. ഏ ഗരുഡശലഭം. ഗരുഡശലഭം. ഗരുഡ ശലഭം. അതൊക്കെ താത്തയ്ക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയില്ല അല്ലേ താത്ത? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നിങ്ങളൊക്കെ മയക്കം പിടിച്ചോണ്ടിരിക്കണ കാരണം പറയൂന്ന് വിചാരിച്ചാൽ മിണ്ടാണ്ടിരുന്നേ. ഏറ്റവും ചെറിയ ശലഭം ഏതാ? ചിത്രശലഭം. തുമ്പി അല്ലേ? അല്ല. അല്ല. രത്നനീലി. രത്നനീലി. എൻസൈക്ലോപീഡിയ ആയിട്ട് വന്നേക്കേണ്ട. സ്റ്റാൻഡപ്പ് മാത്രല്ല, എല്ലാം കയ്യിലുണ്ട്. എന്നാ ഞാനൊരു ഇംഗ്ലീഷ് ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? പറയാമോ? എ സിറ്റി ഫുൾ ഓഫ് മാഡ് ഹാഫ് ഓഫ് റാസ്കൽ. ഞാൻ മലയാളം മീഡിയാണ്. ആദ്യമേ പറഞ്ഞ കുഞ്ഞു മലയാളം മീഡിയത്തിലാണ് പഠിക്കുന്നതെന്ന്. സിലി ഗേൾ. എന്നാ ഇനി മലയാളം ചോദ്യം ചോദിക്കാം. ചോദിക്കട്ടെ. ഭിത്തിക്കുള്ളിലൂടെ കടന്നു പോകാൻ മനുഷ്യർ കണ്ടുപിടിച്ച ഉപകരണം. ഒന്നുകൂടി പറയോ? ഭിത്തിക്കുള്ളിലൂടെ കടക്കാൻ മനുഷ്യർ കണ്ടുപിടിച്ച ഉപകരണം. വീട്ടിലുണ്ട്. എനിക്ക് അറിയാൻ പറ്റുമോ? എനിക്കറിയാം, വീട്ടിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അറിഞ്ഞോടാ? കുഴിയാണോ? കുഴിയാ? കുഴി കൂടെ മനുഷ്യൻ കടന്നു പോണേ. വാതിലി. മെഡിക്ക് കേട്ടോ, മെഡിക്ക്. അപ്പോ നമുക്ക് എന്നാ മാർക്സ് ഉണ്ട് കേട്ടോ. മാർക്സ് ഇപ്പോഴെല്ലാം അറിയുന്ന, കുറച്ച് കഴിഞ്ഞിട്ട് അങ്കിള് പറയും. അങ്കിളും ആന്റിയും കൂടെ പറയും. ഓക്കെ, അപ്പൊ കാണാം. ഓൾ ദി ബെസ്റ്റ്. അമ്മായിയോട് ഇപ്പൊ യാത്ര പറഞ്ഞേര്. അങ്കിളും ആന്റിയും മാർക്ക് പറയുന്ന സ്ഥിതിക്ക് അമ്മായിയോട് യാത്ര പറഞ്ഞോളാൻ പറഞ്ഞതാ. നിങ്ങൾക്ക് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക.